എൻ്റെ പേര് ഫാദർ യൂഹാനോൻ. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ നിരണം ഭദ്രാസനത്തിൽ വെണ്ണിക്കുളം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിൽ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. സ്വദേശം എടത്വ പാണ്ടങ്കേരി സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഇടവക അംഗമാണ്. കൂടാതെ പനയമ്പാല കരുണഗിരി സന്യാസ സമൂഹത്തിലെ അംഗമാണ്. 2025 മാരാമൺ കൺവെൻഷനിൽ ഒരു പാട്ട് ദൈവാത്മപ്രേരിതമായി എഴുതുവാനും അത് കൊടുക്കുവാനും സഹായിച്ചു. അത് മാരാമൺ കൺവെൻഷന് 2025 സെലക്ട് ചെയ്തത് ഒരു വലിയ ദൈവാത്ഭുതമായും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗമായിട്ടും ഞാൻ കരുതുന്നു. ഈ വർഷം സെലക്ട് ചെയ്ത എൻ്റെ പാട്ട് വിണ്ണിലെൻ്റെ വീടൊരുക്കി എന്ന ഗാനമാണ്. അത് ട്യൂൺ ചെയ്തത് റെജി സൈമണാണ്. എൻ്റെ പേര് റെജി സൈമൺ ഉള്ളനാട്. ഞാൻ ഉള്ളനാട് ബഥേൽ മാർത്തോമ ഇടവക അംഗമാണ്. 2025 മാരാമൺ കൺവെൻഷനിൽ വിണ്ണിൽ എൻ്റെ വീടൊരുക്കി എന്ന 2025 മാരാമൺ കൺവെൻഷൻ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് ഫാദർ യൂഹാനൻ അച്ഛനാണല്ലോ. അച്ഛൻ്റെ അതിമനോഹരമായ വരികൾക്ക് ഈണം പകരുവാൻ ദൈവം എനിക്ക് ഇടവരുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഏവർക്കും അറിവുള്ളതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു കൺവെൻഷനാണല്ലോ മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. ലോക ക്രൈസ്തവ സഭകളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പാട്ടുകളൊക്കെ മാരാമൺ കൺവെൻഷനിൽ എഴുതിയ പാട്ടുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ആ പാട്ടുകളൊക്കെ പാടി ഓരോ സഭകളിലും കൺവെൻഷൻ വേദികളിലും ദൈവത്തെ സ്തുതിക്കുന്നത് വളരെ അനുഗ്രഹകരമാണ്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ 2-3 വർഷമായി മാരാമൺ കൺവെൻഷനിൽ പാട്ടുകൾ എഴുതി കൊടുക്കുന്നുണ്ട്. ഈ വർഷം സെലക്ട് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ എഴുതിയിരിക്കുന്ന പാട്ട് കർത്താവിൻ്റെ 2ാം വരവിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഒരു ദിവസം ഇങ്ങനെ മാരാമൺ കൺവെൻഷന് പാട്ട് കൊടുക്കണം എന്നുള്ളതിലുപരി ഈ പാട്ട് എഴുതുവാനായിട്ട് 2ാം വരവിനെ പറ്റി ഒരു പാട്ട് എഴുതുവാനായിട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കുറച്ച് വാക്കുകൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നു. അത് ഞാൻ പ്രാസം ഒപ്പിച്ച് അത് എഴുതി. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മാരാമൺ കൺവെൻഷൻ്റെ പാട്ട് സെലക്ഷൻ വന്നപ്പോൾ അത് ട്യൂൺ ചെയ്ത റെജി സൈമണിനോട് പറഞ്ഞു, നമുക്ക് ഈ വർഷം അതൊന്ന് കൊടുത്തു നോക്കാം. അങ്ങനെ റെജി സൈമൺ അത് പെട്ടെന്ന് അത് വോക്കലാക്കി അയച്ചു കൊടുത്തു. അത് മാരാമൺ കൺവെൻഷന് സെലക്ട് ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് ഏറ്റവും ഉപരിയായിട്ട് തീർച്ചയായിട്ടും ഈ പാട്ട് എഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് എന്നുള്ളതാണ്. ഈ ഒരു പാട്ട് ഞാൻ എഴുതിയപ്പോൾ അത് ആര് ട്യൂൺ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ കടന്നു വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായ മോൻസി, കവിയൂര് കോട്ടൂരുള്ള മോൻസിയാണ് എന്നോട് പറഞ്ഞത്, നല്ലൊരു പാട്ടുകാരനും ട്യൂൺ ചെയ്യാനും ഒക്കെയും കഴിവുള്ള ഒരാളാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് റെജി സൈമൺ എന്ന് പറയും. പ്രത്യേകിച്ച് ആരാധനാ സംഗീതത്തിൽ അത് പാടുന്നതിലും ദൈവത്തെ സ്തുതിക്കുന്നതിലും വളരെ ഉത്സാഹപൂർവ്വം ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ അത് പ്രാർത്ഥനാപൂർവ്വം റെജി സൈമൺ ചെയ്യും എന്ന് എന്നോട് മോൻസി പറഞ്ഞപ്പോൾ ഞാൻ റെജിയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനാപൂർവമായി ഒരു അനുഗ്രഹകരമായി അത് ചെയ്യട്ടെ എന്ന് കണ്ട് അത് ഏറ്റവും ഉചിതമായ ആളിനെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. മാരാമൺ കൺവെൻഷനുകളിൽ മുമ്പുള്ള വർഷങ്ങളിൽ എൻ്റെ പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് മാരാമൺ കൺവെൻഷനിൽ എൻ്റെ 5ാമത്തെ പാട്ടാണ് മാരാമൺ കൺവെൻഷനിൽ വരുന്നത്. 2015 പ്രാർത്ഥനയായി ഞാൻ വരുന്നു, അതുപോലെ തന്നെ എൻ്റെ പ്രിയൻ വന്നിടാറായി, അനുഗ്രഹദായകനെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, അങ്ങനെ തുടങ്ങി 5ഓളം ഗാനങ്ങൾ, 4ഓളം ഗാനങ്ങൾക്ക് രചനയും സംഗീതവും ഞാൻ തന്നെ നൽകി മാരാമണ് വരുവാനിടയായതിൽ ഇപ്പോൾ ഓർക്കുന്നു, സന്തോഷമുണ്ട്. എന്നാൽ ഈ വർഷം പ്രത്യേകത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട യൂഹാനച്ചൻ എനിക്ക് ഈ പാട്ടുകൾ തന്നപ്പോൾ ഈ പാട്ടുകളുടെ വരികളെക്കുറിച്ചായിരുന്നു. അച്ഛൻ എന്നെ ഏൽപ്പിക്കുമ്പോൾ ആദ്യം എനിക്ക് പേടിയായിരുന്നു. കാരണം
അച്ഛൻ്റെ ലിറിക്ക് എന്ന് പറയുന്നത് അതിമനോഹരമായ വരികളാണ്. ആ വരികൾക്ക് ഞാൻ മ്യൂസിക് ഇടുമ്പോൾ ആ വരികൾക്ക് ആ മ്യൂസിക് ചേരുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. എന്നാൽ ദൈവദത്താൽ എന്നെയും കൊണ്ടാവും വിധം അത് നന്നായിട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള ഒരു അതിമനോഹരമായ ഗാനം, അതിമനോഹരമായ വരികൾ. 2 വർഷം മുമ്പ് ഈ പാട്ട് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. ഇത് മാരാമൺ കൺവെൻഷന് വേണ്ടി കൊടുക്കണം, അല്ലെങ്കിൽ മാരാമൺ കൺവെൻഷന് വേണ്ടി മ്യൂസിക് ചെയ്യണം എന്ന് പറഞ്ഞല്ല എൻ്റെ തന്നത്. റിജി ഈ പാട്ട് ഒന്ന് മ്യൂസിക് ചെയ്തു തരണമെന്ന് മാത്രമേ അച്ഛൻ പറഞ്ഞു. എന്നാൽ 2 വർഷത്തിന് ശേഷം ഈ പാട്ട് വീണ്ടും അച്ഛനിത് മറ്റെങ്ങും പ്രസിദ്ധീകരിക്കാതെ മാരാമൺ കൺവെൻഷൻ്റെ ഓഡീഷൻ്റെ സമയമായപ്പോൾ അച്ഛൻ എനിക്ക് അയച്ചു തരികയും ഈ പ്രാവശ്യം നമുക്ക് ഈ പാട്ട് മാരാമൺ കൺവെൻഷന് കൊടുക്കാം എന്ന് പറയുകയും അതിന് പ്രകാരം ഗ്രൂപ്പായിട്ട് ഞാൻ ഈ പാട്ട് പാടിക്കുകയും അത് ഓഡിയേഷൻ നൽകുകയും ചെയ്തു. അതിലൂടെ എനിക്കൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമുക്ക് കിട്ടാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് നേടാനുള്ളത്, ദൈവം തരാനുള്ളത്, അത് എത്ര വർഷമായിരുന്നാലും ദൈവം തമ്പുരാൻ അത് കൊണ്ടുതരും എന്നുള്ളതാണ്. അതാണ് ഈ പാട്ടിനെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത്. കാരണം 2 വർഷം മുമ്പ് എഴുതിയൊരു ഗാനം അത് എവിടെയോ പോയി മറഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അത് വീണ്ടും അനേകം ജനഹൃദയങ്ങളിലേക്ക്, ലോകമെമ്പാടുമുള്ള ജനഹൃദയങ്ങൾക്ക് പാടുവാൻ തക്കണം വലിയവനായ ദൈവം തമ്പുരാൻ അതിന് വഴിയൊരുക്കി എന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ, യോഹന്നാൻ അച്ഛൻ എന്നെ ഏൽപ്പിച്ചതും ആ പാട്ടിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. 2025, അതായത് ഈ വർഷം മാരാമൺ കൺവെൻഷനിൽ ബഹുമാനപ്പെട്ട യോഹന്നാൻ അച്ഛൻ എഴുതി ഞാൻ ഈണം നൽകിയ ആ പാട്ടിൻ്റെ ഒരു 4 വരി ഞാനൊന്ന് പാടാം. എന്നോടൊപ്പം ചേർന്ന് അച്ഛനും അത് പാടും. വിണ്ണിലെൻ്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്കു തന്നവൻ നീ മാത്രമേ. മണ്ണിലെൻ്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, ഹാ എത്ര ഭാഗ്യമേ. വിണ്ണിലെൻ്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്കു തന്നവൻ നീ മാത്രമേ. മണ്ണിലെൻ്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, ഹാ എത്ര ഭാഗ്യമേ. വാനം ഭൂമിയും മാറിപ്പോയാലും വാക്കു തന്നവൻ മാറിപ്പോകില്ല. മർത്യരെല്ലാരും നീങ്ങിപ്പോയാലും തൻവചനങ്ങൾ നീങ്ങിപ്പോകില്ല, തൻവചനങ്ങൾ നീങ്ങിപ്പോകില്ല. മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് അവിടെയുള്ള വൈദിക സംഘത്തെ പ്രതിനിധീകരിച്ച് എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. ആ സഭയിലെ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ മാരാമൺ കൺവെൻഷന് ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത്യധികമായ സന്തോഷമുണ്ട്, സഭയ്ക്ക് അഭിമാനമുണ്ട്. ഈ മാരാമൺ കൺവെൻഷന് ഈ പാട്ട് എടുത്തതിൽ മാർത്തോമ സഭയോടും അതിൻ്റെ എല്ലാ ബിഷപ്പുമാരോടും ആ മുഴുവൻ വിശ്വാസികളോടും ഇതിൻ്റെ എല്ലാ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള പ്രത്യേക നന്ദി മലങ്കര സഭയ്ക്ക് വേണ്ടി ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു കൺവെൻഷനാണല്ലോ മാരാമൺ കൺവെൻഷൻ. അനേക ഹൃദയങ്ങളെ മാനസാന്തരപ്പെടുത്തുവാനും അതിലുപരി ദൈവത്തിൻ്റെ അതുല്യമായ വചനം ലോകം മുഴുവനും വ്യാപരിപ്പിക്കുവാനും അത് വിതയ്ക്കുവാനും ഈ മാരാമൺ കൺവെൻഷനിലൂടെ കാലാകാലങ്ങളിലായി സാധിച്ചിട്ടുണ്ട് എന്നത് നിസ്തർക്കമായ ഒരു വലിയ നഗ്ന സത്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഓരോ കാലഘട്ടത്തിനും അനുയോജ്യമായ വിധത്തിൽ അതിൻ്റെ പ്രസംഗകരും അതിൻ്റെ സംഘാടകരുമെല്ലാം എങ്ങനെ ദൈവരൂപി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കാം എന്നുള്ളതിൽ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ വർഷം ഒരു പുതുക്കത്തിൻ്റെ അനുഭവമായി തീരും. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഒരു വശത്തുണ്ട്,
അതുപോലെ തന്നെ മാരകമായ രോഗഭീതിയിലാണ് മനുഷ്യൻ കഴിയുന്നത്. ആഗോളതലത്തിൽ മനുഷ്യൻ സമാധാനമില്ലായ്മയും അക്രമങ്ങളും അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലും തീരാ രോഗങ്ങളിലുമൊക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സാന്ത്വനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, ഒരു പുതുക്കത്തിൻ്റെ ആത്മാവിനെ വിതയ്ക്കുവാൻ തക്കവണ്ണം ഈ മാരാമൺ കൺവെൻഷന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും.